നമസ്കാരം. ഇപ്പോൾ ഒരു ചാനൽ ചാനലുകളുടെ ഒരു വരവും അവിടെ നിന്നുള്ള ചാട്ടവുമാണ് ഇപ്പോൾ പ്രധാന വാർത്തയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിഗ് ടി വി വന്നതോടുകൂടി 24 നിന്നും റിപ്പോർട്ട് ടി വിയിൽ നിന്നും ഏഷ്യാനെറ്റിൽ നിന്നും മാതൃഭൂമിയിൽ നിന്നും മീഡിയ വണിൽ നിന്നും അങ്ങനെയൊക്കെ ഒരു ചാട്ടങ്ങൾ വന്നു. പക്ഷേ ചാട്ടങ്ങൾ പല ചാനലിലേക്ക് പലതും പല രീതിക്കും ചാടുന്ന നിലയിലേക്കാണ്. ഇപ്പോൾ 24 നിന്നും ഒരു വാർത്ത വരുന്നു. 24 കുറേ ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി വരുന്നത്. മലയാളത്തിലെ പ്രധാന വാർത്താ ചാനലുകളൊന്നാണ് 24 എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെയാണ് പഴയ മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ 24 പോയിരിക്കുന്നത്. 18ഓളം ആളുകൾ ഡെസ്കിൽ നിന്നുമൊക്കെ ആയിട്ട് 18ഓളം ആളുകൾ 24 നിന്നും രാജിവെച്ച് പോയ വാർത്തയാണ് പുറത്തു വരുന്നത്. അതിൽ കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നിന്നും ഡെസ്കിൽ നിന്നുമായി ബ്യൂറോയിൽ നിന്നുമൊക്കെയാണ് കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത്. കൊഴിഞ്ഞുപോക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിലും കൂടുതൽ സാലറി കൊടുത്ത് മറ്റ് ചാനലുകൾ വിളിക്കുമ്പോഴാണ് ഈ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ 24 നിന്നും അവർക്ക് ഏറ്റവും തിരിച്ചടിയായത് എസ് വിജയകുമാറിൻ്റെ ഒരു പോക്കാണ്. വിജയകുമാർ നമുക്കറിയാം, ശ്രീകണ്ഠൻ സാറുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു വിജയകുമാറിനുണ്ടായിരുന്നത്. വിജയകുമാറിനോട് അത്ര സ്നേഹമായിരുന്നു ശ്രീകണ്ഠൻ നായർ ഉണ്ടായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് പേഴ്സണലി വിജയകുമാറിനെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിജയകുമാറിൻ്റെ ഒരു പോക്ക് ഒരു വലിയ നഷ്ടമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 18 പേരോളം പോയപ്പോൾ 29ഓളം ആളുകളെ പുതിയതായിട്ട് അവിടെ എടുക്കുകയും ചെയ്തു. ആ പുതിയതിലെടുത്തവർ വളരെ സീനിയറായ ആളുകളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഡെസ്കിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നും അവിടെയുള്ള ചില ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിജയകുമാർ നമുക്കറിയാം, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു വിജയകുമാറിൻ്റെ പോക്കാണ് ഏറ്റവും തിരിച്ചടിയായിരിക്കും. അതിന് പകരം ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് എത്രമാത്രം ഫലം കാണുമെന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ കൈരളി ചാനലിൽ നിന്നും നമുക്കറിയാം, കൈരളി ചാനലിൽ നിന്നും അസിതയെ പ്രൈം ടൈം എൻകൗണ്ടർ പ്രോഗ്രാമിലേക്ക് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വിജയകുമാറിൻ്റെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ അമൃത പടിക്കലാണ് വിജയകുമാറിൻ്റെ സ്ഥാനത്തേക്ക് വന്നിട്ട് ആ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രൈം ടൈമിലേക്കാണ് ഇപ്പോൾ അസിതയെ എടുത്തിരിക്കുന്നത്. അസിതയുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ളതാണ്. ഞങ്ങൾ റിപ്പോർട്ട് ടിവിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അസിതയ്ക്ക് അതിനുള്ള കാലിബറുണ്ട്. കൈരളി ടി വി പോയിട്ട് അത് തെളിയിച്ചിരിക്കുന്നു. റിപ്പോർട്ട് ടിവിയിലും ന്യൂസ് വായിച്ച് തുടങ്ങിയതാണ്. റിപ്പോർട്ട് ടി വിയിൽ എനിക്കറിയാം 3 മണിയുടെ അപർണയുടെ പ്രോഗ്രാം അസിതയിലേക്ക് മാറ്റിയതിൽ ഒരു പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അങ്ങനെ അസിത അതിനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. അസിതയാണ് ഇപ്പോൾ പ്രൈം ടൈം എൻകൗണ്ടർ പ്രോഗ്രാമിലേക്ക് എടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയപ്പെടുന്നത് CPM വാദങ്ങൾ അസിത വളരെ ആക്റ്റീവായിരുന്നു. കൈരളി ടി വിയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കൈരളിയിലെ ആഷിമി എന്നെല്ലാം പറയാവുന്ന തരത്തിൽ ചർച്ചകൾ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രേക്ഷകർ കൂടെ കൂട്ടുക എന്നൊരു ലക്ഷ്യമുണ്ട് അസിതയെ എടുത്തതിന് പിന്നിൽ. ഇടതു പ്രേക്ഷകരെ 24 നിന്നും അകന്നുപോയി എന്നൊരു പൊതുവെ സംസാരമുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. അതിനൊരു സർവേ നടത്തിയെന്നും പറയുന്നു. അങ്ങനെ ഇടതുപക്ഷ ആളുകൾ ഒരു ചാനലിൽ വ്യൂസ് ഇല്ലെങ്കിൽ ഒരു ചാനലും നിലനിന്ന് പോകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമാണ്. ഏത് ചാനലെടുത്ത് നോക്കിയാലും ഇടതുപക്ഷത്തിൻ്റെ ചേർന്ന് നിന്നൊരു ചാനലില്ലെങ്കിൽ, അതേക്കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ അവിടെ വളരെ റേറ്റിംഗിൽ താഴെ പോകുന്ന നിലയുണ്ട്. അത് കൃത്യമായി പഠനം നടത്തിയതിനു ശേഷമാണ് അസിതയെ ഇവിടെ എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഇടതുപക്ഷ ഒരു വ്യൂവേഴ്സ് ഇല്ലാതെ വന്നപ്പോൾ ചാനൽ 4ാം സ്ഥാനത്തേക്ക് പോയി. ആളുകൾ പോയപ്പോൾ 4ാം സ്ഥാനത്തേക്ക്, പിന്നീട് ഇതൊരു 3ാം സ്ഥാനത്തേക്ക് ഒരു എത്തുന്നത് ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ പ്രോഗ്രാം വന്നപ്പോഴാണ്. ആ പ്രോഗ്രാം വന്നപ്പോൾ സേഫായിട്ട് വീണ്ടും 3ാം സ്ഥാനത്തേക്ക് നില ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചാനൽ കാണുമ്പോൾ പറയാം, 3ാം സ്ഥാനത്തേക്ക് നില ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെ മനോരമ ചാനലുമായിട്ട് 16 പോയിൻ്റ് വ്യത്യാസം. 16 പോയിൻ്റ് വ്യത്യാസം വലുതാണ്. 24നെ സംബന്ധിച്ചും വലിയ വ്യത്യാസം. 24 എവിടെ നിന്ന് ചാനലാണ് 3ാം സ്ഥാനത്ത് വരും. ഇപ്പോൾ മനോരമയിൽ നിന്നും 16 പോയിൻ്റ് വ്യത്യാസത്തിലാണ് 24 എത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ മീഡിയ വണിൽ നിന്നും മാതൃഭൂമിയും മനോരമ ഓൺലൈൻ, ന്യൂസ് 18 തുടങ്ങിയ ചാനലുകളിൽ നിന്നും പേരുകെട്ട മാധ്യമപ്രവർത്തകരെല്ലാം 24 വന്നിട്ടുണ്ട്. പുതിയ ടീമിനെ ഇപ്പോൾ ചാനൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ പുതിയ ആളുകൾ വന്നു തുടങ്ങിയതിന് 24ൻ്റെ പ്രവർത്തന രീതി പഠിക്കുന്നതിൻ്റെ വീഴ്ചകൾ ലൈവ് പ്രോഗ്രാമിൽ കാണപ്പെട്ടിട്ടുണ്ടെന്നും അവിടെയുള്ള ആളുകളിൽ നിന്നും പറയപ്പെടുന്നു. ലൈവ് പ്രോഗ്രാം അവരൊന്നും പഠിച്ചു വരാനുള്ള ഒരു സമയം അത് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു രീതി വലിയ പ്രതിസന്ധിയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലെ ഈ 4-5 വർഷം 4 വർഷമൊക്കെ ജോലി ചെയ്ത 24 തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സാലറി ഹൈപ്പ് വന്നിട്ടില്ല. അവർക്ക് സാലറി കൂട്ടാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഒപ്പം തന്നെ ഇവരിലും ജൂനിയറായി ജോലി ചെയ്ത ആളുകളൊക്കെയാണ് ഇപ്പോൾ പല ചാനലിൽ നിന്നും വന്നവർക്ക് ഇവരിലും ഇരട്ടി ശമ്പളം കൊടുക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ തൃപ്തിക്കുറവ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ജോലിക്കാർ തൃപ്തിക്കുറവുണ്ട്. കാരണം അവരിലും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഇവരോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തനം തുടങ്ങി ഇവർക്ക് താഴെ വന്നവർക്കും
അപ്പോൾ മറ്റ് ചാനലിൽ നിന്ന് വരുമ്പോൾ ശമ്പളം കൂട്ടി കൊടുക്കും, ഇവർക്ക് കൊടുക്കാമെന്ന് പറയുകയും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഏപ്രിലോടുകൂടി സാലറി കൂട്ടിക്കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് നിന്ന് പോകുന്നത്. അങ്ങനെ ഒരു അസ്വസ്ഥത ഇവിടെ ഉടലെടുത്തിട്ടുണ്ടെന്ന കാര്യം സംശയമില്ല. അത് പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഉടലെടുത്തിട്ടുണ്ട്. പിന്നെ ശ്രീകണ്ഠൻ നായർ ഒരു പോളിസി കൊണ്ടുവന്നു, രാജിവെച്ചൊരു പോട്ടെ എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്ത തീരുമാനം കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ തെറ്റുണ്ട്. കാരണം ഒന്നുമല്ലാതിരുന്ന സമയത്ത് 24 വന്ന് അവരെ ആളാക്കി, അവരെ വളർത്തിക്കൊടുത്തപ്പോൾ അവരൊന്നുമല്ലാതെ ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോയി എന്നത് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോയവർ പോട്ടെ എന്നൊരു നിലപാട് കൃത്യമായി എടുത്തിട്ടുണ്ട്. 24 നിന്ന് പോയ പല ആളുകളെയും നമുക്കറിയാം, പല ആളുകളും പല ചാനലിൽ പോകുമ്പോൾ ഒരു നന്ദികേറ് കാണിച്ചിട്ടാണ് ഇവർ പോയത്. അത് അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അതുകൊണ്ട് പോയവർ പോട്ടെ, നമുക്കിത് തിരിച്ചു പിടിക്കാമെന്നൊരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തമ്മിൽ പ്രോഗ്രാം തുടങ്ങിയും 3-ാം സ്ഥാനത്തേക്ക് എത്താനും കഴിഞ്ഞിരിക്കുന്നത്. പിന്നീട് ഈ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നവരൊക്കെ ലാൻഡിംഗ് പേജ്, ACBD ആണെങ്കിലും കേരള വിഷൻ്റെ ലാൻഡിംഗ് പേജ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് പൊതുവെ പറയപ്പെടുന്നത്. ആ ലാൻഡിംഗ് പേജ് നിലനിർത്തണമെങ്കിൽ കോടികളുടെ മുടക്കുണ്ട്. ആ കോടികൾ മുടക്കാൻ 24 തയ്യാറാകാത്തതുകൊണ്ടാണ് ലാൻഡിംഗ് പേജ് ഒഴിവാക്കി ഓർഗാനിക് ആയിട്ടുള്ള ഒരു പരിപാടി മതിയെന്നൊരു തീരുമാനത്തിലെത്തിയെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. നിലവിലുള്ള റിപ്പോർട്ടർമാർ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടന ബിഗ് ടിവിയുടെ ഒരു പ്രധാന തന്ത്രമായിരുന്നു. ബിഗ് ടി വി വരുമ്പം ഒരു തന്ത്രം അവരുടെ ക്ലാസ്സിൽ ഇവർക്കെല്ലാവർക്കും ഒന്ന് ട്രെയിനിങ് ക്ലാസ്സിൽ പറഞ്ഞ് റിപ്പോർട്ടർമാരുടെ ഫോട്ടോ സഹിതം റിപ്പോർട്ടർമാരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഏത് റിപ്പോർട്ടാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫോട്ടോ കാണിച്ച് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന റിപ്പോർട്ടർ എന്ന് ഫോട്ടോ കാണിച്ച് ഫ്രെയിമിലുണ്ടാകും. അത് അവിടെ നിന്ന് ചോരുകയും പിന്നീട് അത് പല ചാനൽ റിപ്പോർട്ടർ ടി വി അത് തുടങ്ങി വെക്കുകയും ചെയ്തു. റിപ്പോർട്ടർ ടി വി തുടങ്ങി വെച്ച ഉടൻ തന്നെ അത് 24 നടപ്പിലാക്കി. അങ്ങനെ റിപ്പോർട്ടർമാർക്ക് ഒരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വലിയ പ്രഷറും കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ പ്രഷറൊന്നുമില്ല, ആ രീതിക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ 24 നിന്നും ഏറ്റവും പൈസ മുടക്കി ഒക്കെ നിന്നിരുന്ന ഗോപാലൻ ചേട്ടൻ അതിൽ നിന്നും ഒരു അകന്ന് നിൽക്കുന്നു എന്നൊരു വാർത്ത വരുന്നത്. അദ്ദേഹം കുറേ നാളായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പോകുന്നില്ല എന്ന് വാർത്ത വരുന്നുണ്ട്. അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ചെയർമാനായ ആലിങ്കൽ മുഹമ്മദ് ഹാജിയാണ് എല്ലാത്തിലും ഇടപെടുന്നത്. അദ്ദേഹമാണ് ഇടപെടുന്നത്. ഗോപാലൻ ചേട്ടൻ മാറി നിൽക്കുന്ന ഒരു ചെറിയൊരു ഒഴിഞ്ഞു മാറുന്ന നിലയിലേക്കുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ട്. പിന്നീട് ഒരു പുതിയ ആളെ കൊണ്ടുവരാനുള്ള ഒരു നടപടി നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിന് ഉള്ള ചർച്ചകൾ നടക്കുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. ഈ സാലറിയുടെ കാര്യം, നിലവിലുള്ള ആളുകളുടെ സാലറി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പെൻഡിങ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വീണ്ടും ആളുകൾ പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്ന നിലവിലെ 24ൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു ഷോ തമ്മിൽ കൊണ്ടുവന്ന് ആ സ്പേസിൽ നിന്നുകൊണ്ട് അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി അത് വീണ്ടും കരകയറാനുള്ള ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നടപടിയാണ്. നിലവിൽ ഇടതുപക്ഷത്തിൽ നിന്നുള്ള അകൽച്ച മനസ്സിലാക്കി കയറിൽ നിന്നും അസിതയെ കൊണ്ടുവരുന്നു. അസിത പ്രൈം ടൈമിലേക്ക് അത്രയും സീനിയറായ ആളുകളിലൊപ്പം തന്നെ അസിത എത്തുന്നു. അതും ഒരു മാധ്യമപ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്നൊരു മുഹൂർത്തമാണ്. കാരണം മാധ്യമപ്രവർത്തകർക്ക് പല ആളുകൾക്കും പണം ഒന്നും നൽകാത്ത ഒരു സാലറിയിൽ പോലും ഒരു പ്രയോജനമില്ലാത്ത നിലയ്ക്ക് പോയപ്പോൾ ഈ കൂടുതൽ ചാനലുകൾ വരുമ്പോൾ മത്സരം ഉണ്ടായപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് ഒരു വില ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും 24 നിന്നും ഉള്ള രാജി മറ്റ് ചാനലിലേക്ക് പോകുമ്പോൾ 24 മറ്റിടങ്ങളിലും ആളുകൾ എടുത്തുകൊണ്ട് ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.